ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ നടപടികൾ ഉണ്ടാകുന്നു എന്തായിരുന്നു കേരളം ആകാംക്ഷാപൂർവ്വം കാത്തിരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഗൗരവതരമായി തന്നെ ഹൈക്കോടതി സമീപിക്കുന്നു. എന്താണ് കോടതിയുടെ പരാമർശങ്ങൾ മനസ്സിലാവുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിലന്മാർക്ക് വിലങ്ങ് വീഴും എന്ന സൂചനകൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രാഥമികമായി ഉണ്ടാകുന്നു. അന്വേഷണത്തിന് ഉത്തരവിടുകയാണ് ഹൈക്കോടതി. റിപ്പോർട്ട് SITക്ക് കൈമാറാനുള്ള നിർദ്ദേശമാണ് ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അതിനൊപ്പം തന്നെ സർക്കാരോട് ചോദിക്കുന്നുണ്ട്, നടപടിയെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? സർക്കാർ നിഷ്ക്രിയത്വം എന്നും അതിരൂക്ഷമായ വിമർശനവും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. മാധ്യമങ്ങൾക്ക് തടയിടണം എന്ന ആവശ്യം കോടതി തള്ളിയിട്ടുണ്ട്. ചില നിരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും മാധ്യമങ്ങളെ തടയാനാകില്ല എന്നാണ് കോടതി തീർപ്പായി പറഞ്ഞത്. സർക്കാരിനൊന്നും ഒളിക്കാനില്ല എന്ന പ്രസ്താവന ആവർത്തിക്കുന്നുണ്ട് അതിൻ്റെ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് മുൻ സാംസ്കാരിക മന്ത്രി AK ബാലൻ ഉൾപ്പെടെ ഉള്ളവർ. ഇക്കാര്യമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. നമുക്കൊപ്പം ഡോക്ടർ സോണിയ തിലകനെ പ്രതീക്ഷിക്കുന്നു. അതിനൊപ്പം തന്നെ രാഹുൽ ഈശ്വർ നമുക്കൊപ്പമുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ഇന്നത്തെ കോടതിയുടെ നിരീക്ഷണങ്ങളോട് താങ്കളുടെ പ്രതികരണം എന്താണ്? വളരെ സ്വാഗതാർഹമാണ്. കോടതി വളരെ വെൽ ബാലൻസ്ഡ് ആയി ഇരുപക്ഷത്തിനെയും കേൾക്കാനുള്ള വാദഗതികളിൽ നിന്ന് രണ്ടിന്റെയും സത്ത സ്വീകരിച്ച് രണ്ടും മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2-3 കാര്യങ്ങൾ. കോടതി ഒന്ന്, മാധ്യമ വിചാരണ പാടില്ലെന്ന് പറഞ്ഞു. പ്രതികളുടെയും കുറ്റാരോപിതരുടെയും പേര് പുറത്തുവിടരുതെന്ന് പറഞ്ഞു. പോലീസുകാർ സ്ഥിരം മാധ്യമങ്ങൾക്ക് ബ്രീഫ് ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ ബാലൻസ്ഡ് ആയി ഇരുപക്ഷത്തിന്റെ വാദഗതിയും, പ്രത്യേകിച്ച് ശ്രീ സജിമോഹൻ പാറയിലിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ഹർജിയിലെ നിയമവശങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതല്ലേ എന്നുകൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചത് വളരെ സ്വാഗതാർഹമാണ്. ശരിയാണ്, ഹൈക്കോടതി നമ്മുടെ കേരളത്തിലെ പരമോന്നതമായ കോടതിയാണ്. ഹൈക്കോടതിയുടെ ശക്തമായ ഭാഷ നമ്മൾ സ്വീകരിക്കണം. ഇതൊരു ഉണർത്ത് അല്ലെങ്കിൽ വേക്കപ്പ് കോൾ ആണ്. അതോടൊപ്പം കോടതി വളരെ വെൽ ബാലൻസ്ഡ് ആയി സ്വീകരിച്ചു എന്നുള്ളത് വളരെ ആശാവഹമായ, പ്രതീക്ഷ തരുന്ന ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു സമീപനം തന്നെയാണ് കോടതി സ്വീകരിച്ചത്. കോടതി വൺ സൈഡഡ് ആയില്ല. കോടതി ഇരുപക്ഷത്തിന്റെയും വാദഗതികൾ വളരെ സസൂക്ഷ്മം കേൾക്കുകയും പോസിറ്റീവായി എടുക്കുകയും ചെയ്തു എന്നുള്ളത് ആശ്വാസം തരുന്ന കാര്യങ്ങളിൽ ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. 2021 ഫെബ്രുവരിയിൽ പോലീസ് മേധാവിക്ക് ലഭിക്കുന്നു ഈ റിപ്പോർട്ട്, സർക്കാരിലേക്ക് എത്തുന്ന ഈ റിപ്പോർട്ട്. അതിനുശേഷം എന്തുകൊണ്ട് ഇത്രയും കാലം ഇങ്ങനെ നടന്നു ക്രൈം എന്ന മൊഴി ഔദ്യോഗികമായി രേഖപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ നിഷ്ക്രിയത്വം എന്നുകൂടി കോടതി ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ബാലൻസ്ഡാണ് കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും സർക്കാരിന്റെ ഭാഗത്ത് വലിയൊരു വീഴ്ചയുണ്ടായി, നിയമപരമായ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വീഴ്ചയുണ്ടായി എന്നൊരു സ്വരം കൂടിയില്ലേ കോടതിയുടെ വിമർശനത്തിൽ? ശ്രീ രാഹുൽ, അങ്ങനെയുണ്ട്. തീർച്ചയായും ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയുണ്ട്. ഞാൻ ഇനി ഒരു പൊസിഷൻ പറയാം. ഇതാണ് സർക്കാരിന്റെ ഉള്ളിൽ, ഇതാണ് ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്ന എല്ലാവരുടെയും ഉള്ളിലുള്ളത്. പലരും തുറന്നു പറയുന്ന, ഞാൻ തുറന്നു പറയുന്നതേ ഉള്ളൂ. അതായത് ഹേമ കമ്മീഷനിൽ വന്ന പരാതികൾ അല്ലെങ്കിൽ പരിഭവങ്ങൾ വളരെ ഗൗരവമുള്ളതാണെന്ന കാര്യത്തിൽ ആരും തർക്കിക്കുന്നില്ല. പക്ഷെ പ്രായോഗികതയുടെ മാനദണ്ഡത്തിൽ കൂടി അത് കാണണമെന്നുണ്ട്. കാരണം ഇപ്പൊ എനിക്കെതിരെ പരാതി വന്നെങ്കിൽ എന്നോട് ഹേമ കമ്മിറ്റി ചോദിച്ചിട്ടില്ല ഇതിന്റെ മറുപടി എന്താണ്. അപ്പം വൺ സൈഡഡ് ആണ് പലപ്പോഴും. അത് നാച്ചുറൽ ജസ്റ്റിസിന്റെ ലംഘനം കൂടിയാണ്. സുപ്രീം കോടതിയുടെ പല വിധികളും 1977, 88 അടക്കമുള്ള പല കേസുകളിലും മറുഭാഗം കൂടി കേൾക്കണം ഒരു കമ്മീഷൻ പോലും. ശരി, താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആവർത്തിച്ച അതേ നിലപാട് തന്നെയാണ് താങ്കൾ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു നിമിഷം, ഞാൻ അങ്ങനെയൊക്കെ വരാം. അഡ്വക്കേറ്റ് TB മിനി ഇപ്പോൾ ടെലിഫോണിൽ. ശ്രീമതി TB മിനി, ഹൈക്കോടതിയുടെ ഇന്നത്തെ ഇടപെടലുകളെ, നിരീക്ഷണങ്ങളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അതൊരു പോസിറ്റീവായ സമീപനം എന്ന നിലയിലാണോ താങ്കൾ കാണുന്നത്? പോസിറ്റീവാണ്. ഇപ്പോ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞതിന് ശേഷം ഇത്രയും ദിവസങ്ങളായിട്ടുണ്ടായിരിക്കുന്ന ഓരോ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ മീഡിയയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ ഒരു സിസ്റ്റത്തിൽ ഇടതുപക്ഷം എന്ന് പറഞ്ഞു നിൽക്കുന്ന ആളുകളെല്ലാവരും നിഷ്ക്രിയരായിട്ട് നിന്ന ഒരു സന്ദർഭത്തിൽ, ഇടതുപക്ഷം എന്ന് ഞങ്ങളൊക്കെ പറയുന്നത് സ്ത്രീകളുടെ പക്ഷത്ത് നിൽക്കുന്ന, ജനാധിപത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന, ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളെന്ന് പറയുന്ന അവരെല്ലാവരും നിഷ്ക്രിയമായി നോക്കി നിൽക്കുന്ന സമയത്തും മീഡിയ ഈ വിഷയം ഏറ്റെടുത്ത് നമ്മുടെ സമൂഹത്തിന്റെ വലിയ ജനാധിപത്യവൽക്കരണത്തിന് വേണ്ടിയുള്ള ഒരു വലിയ എഫേർട്ട് നടത്തി. അത് മീഡിയ പ്രവർത്തകരാണ് അതിന് മുൻകൈ എടുത്തത്. അപ്പൊ അതില് വിമർശനങ്ങളൊക്കെ നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതില് ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടായത് എന്താ? SIT നിയോഗിച്ചു. അത് തന്നെ വളരെ പ്രധാന കാര്യമാണ്. അപ്പൊ അതില് പറഞ്ഞ ഒരു ക്ലോസ് വെച്ചു, സബ്സിക്വന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു. ഒരു നിയമ വിദഗ്ധരും അങ്ങനെ പറയില്ല. നിയമം അറിയാവുന്ന, ഇപ്പൊ നമ്മൾ ഇൻഷുറൻസുകളെല്ലാം നടന്നത് ഈ പുതിയ നിയമത്തിന് മുന്നാണ്. അതുകൊണ്ട് തന്നെ പഴയ നിയമമാണ് നമുക്ക് ബാധകമാണ്. അങ്ങനെ വരുമ്പോൾ CRPC പ്രകാരം ഒരു ഇൻഫർമേഷൻ അതും ഒരു സർക്കാർ അധികാരിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതില് ഈ ഇൻഫർമേഷൻ കണക്കാക്കി FIR ഇട്ട് അന്വേഷണം നടത്തണം. അതില് രണ്ടാമത്
ഈ വിക്ടിംസിന്റെ മൊഴിയെടുക്കാം, സാക്ഷികളുടെ മൊഴിയെടുക്കാം. അത് അവർക്ക് സൗകര്യമുള്ള സ്ഥലത്ത് പോയി താങ്കൾ ഈ വിശദീകരിക്കുന്ന നിയമ നടപടിക്രമങ്ങളാണ്. സാധാരണ ഒരു പരാതി വന്നാൽ സ്വീകരിക്കേണ്ട നിയമ നടപടിക്രമങ്ങളാണ്. ഇപ്പോൾ കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് 2021 ഫെബ്രുവരിയിൽ ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് DGPക്ക് ലഭിച്ചതാണ്, സർക്കാരിന്റെ പക്കലേക്ക് റിപ്പോർട്ട് വന്നതാണ്, ഈ കമ്മിറ്റിയുടെ മുന്നിലേക്ക് വന്നതാണ്, ജുഡീഷ്യൽ അധികാരത്തിലൊക്കെ ഇരുന്ന ആളുകളാണ്. ആ കമ്മിറ്റിക്ക് അത്തരം പവർ ഉണ്ടോ ഇല്ലയോ എന്നതൊക്കെ മറ്റൊരു പ്രശ്നമാണ്. പക്ഷേ ഇങ്ങനെ പല വെളിപ്പെടുത്തലും വരുമ്പോൾ അതിനെ ബാലൻസ്ഡായി സമീപിക്കുകയല്ലോ സർക്കാർ ചെയ്യേണ്ടത്. അക്കാര്യത്തിൽ അന്വേഷണം അതിന് ഇനിഷ്യേറ്റീവ് ചെയ്യുകയായിരുന്നല്ലോ. കോടതി അതിനെ രൂക്ഷമായി വിമർശിക്കുന്നുമുണ്ട്. ഇത്രയധികം വർഷക്കാലം ഇതിങ്ങനെ പൂഴ്ത്തിവയ്ക്കപ്പെടുമ്പോൾ കോടതി ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടുണ്ടല്ലോ, SIT ഇക്കാര്യത്തിൽ പരിശോധന നടത്തട്ടെ, അതാണോ ശരിയായൊരു വഴി? അതോ കോടതിക്ക് കുറെ കൂടി മുന്നോട്ട് പോയി മുൻകൈയെടുത്ത് നടപടികൾ എടുക്കാൻ കഴിയുന്ന നിയമപരമായ സാഹചര്യമുണ്ടോ? കോടതിക്ക് എന്ത് നിയമമാണ് പറയണത്? കോടതി എങ്ങനെയാണ് നിയമം എടുക്കുന്നത്? ഇൻവെസ്റ്റിഗേഷനിൽ കോടതി എല്ലാവരും ഇടപെടാൻ പാടില്ല. ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മാത്രം പരമാധികാരമാണ്. അതാണ് ഈ രാജ്യത്തെ നിയമം എന്ന് പറയുന്നത്. അപ്പൊ SITനെ ഏൽപ്പിച്ചു എന്ന് പറയുന്നതാണ് അതിലെ ഏറ്റവും വലിയ തെറ്റ്. മനസ്സിലായ? അത് അങ്ങനെ ഇതുവരെ ഏൽപ്പിക്കില്ല എന്ന് പറഞ്ഞിരുന്ന സാധനമല്ലേ അത്. കേരള കമ്മീഷൻ റിപ്പോർട്ട് പരിപൂർണമായും SITനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് അത് പഠിച്ച് കോടതിനെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞേക്കണം. അതല്ല അതിന്റെ ശരി. കോടതി അതൊന്നും തുറന്നു നോക്കിയില്ല, തുറന്നു നോക്കാൻ പാടില്ല. എന്തിനാണ് കോടതി തുറന്നു നോക്കുന്നത്? ഈ കോൺസുൽ കവറിലാണെങ്കിലും കൊടുത്ത കാര്യം കോടതി അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇന്നത്തെ സ്റ്റേജിൽ അത് ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഉത്തരവാദിത്വം. അപ്പൊ ആ നിയമത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്ന ആളുകൾക്ക് എല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആരെന്നത് സംസാരിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ സുഖമില്ലാതിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് നിങ്ങൾ എന്നെ സംസാരിക്കാൻ സമ്മതിക്കാതെ നിങ്ങൾ ഇന്റർഫിയർ ചെയ്ത് സംസാരിക്കുമ്പോൾ അത് എത്രമാത്രം സ്ട്രെയിൻ എനിക്ക് ഉണ്ടാക്കണമെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇല്ല, ഇന്റർഫിയർ ചെയ്ത് സംസാരിച്ചല്ല. താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ അതിനകത്തൊരു സംശയം ചോദിച്ചു എന്നേ ഉള്ളൂ. താങ്കൾ പറഞ്ഞ വാദങ്ങൾ ശരിയല്ല എന്നോ താങ്കളുടെ നിലപാട് ശരിയല്ല എന്നോ ഞാൻ പറഞ്ഞില്ല. താങ്കൾ തെറ്റിദ്ധരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അക്കാര്യം ചൂണ്ടിക്കാണിച്ചു വന്നതേ ഉള്ളൂ. ശരി, ടെലിഫോൺ കട്ടായി എന്നതാണ് മനസ്സിലാകുന്നത്. തെറ്റിദ്ധാരണയാണ് എന്ന് തോന്നുന്നു. ആ ചോദ്യത്തിൽ എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായി എന്ന് തോന്നുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുടെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി എടുത്തു? എന്തായിരുന്നു സർക്കാരിനോടുള്ള പ്രധാനപ്പെട്ട ചോദ്യമെന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത്? അപ്പോൾ AG പറഞ്ഞ മറുപടി റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ പൊതുവേദിയിൽ ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ഈ റിപ്പോർട്ടിൽ പക്ഷേ ഒന്നും ഉണ്ടായില്ലല്ലേ ഇതുവരെ. ഇനി SIT അത് പരിശോധിച്ച് വേണം നടപടിയെടുക്കാൻ. താങ്കൾ പറഞ്ഞ പോലെ ഇത് ബാലൻസ്ഡ് ആണെങ്കിലും ഇതുവരെ നടന്ന കാര്യങ്ങൾ അത്ര ബാലൻസ്ഡ് ആണോ? ഈ റിപ്പോർട്ടിന്മേൽ സർക്കാരിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നില്ലേ? രണ്ട് കാര്യങ്ങൾ. ആദ്യം തന്നെ മിനി മാഡം വളരെ ശക്തമായ വനിതാപക്ഷത്തിന് വേണ്ടി പോരാടുന്നതാണ്. മിനി മാഡത്തിന്റെ ശബ്ദവും കണ്ഠവും പെട്ടെന്ന് തിരിച്ചു വരട്ടെ. എല്ലാവിധ പ്രാർത്ഥനകളും ഇതിന് അർപ്പിക്കുന്നു. എനിക്ക് തോന്നുന്നു മിനി മാഡം തെറ്റിദ്ധരിച്ചാണ്. പൊതുവെ മാധ്യമങ്ങളെല്ലാം, മാതൃഭൂമി അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും മിനി മാഡം എടുക്കുന്ന നിലപാടിനോട് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ വേണം. അത് മാധ്യമങ്ങളുടെ ജാഗ്രതയാണ്. കാര്യം ഞാനിപ്പോഴും അത് അക്കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. കോടതി പറഞ്ഞ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ്. എനിക്ക് തോന്നുന്നു ആ ചോദ്യം ചിലപ്പോൾ ക്ലിയർ അല്ലാത്തതുകൊണ്ട് മനസ്സിലാകാത്തതാണ്. കാര്യം മിനി മാഡം മനസ്സിലാക്കേണ്ട, ഇത് കേൾക്കുകയാണെങ്കിൽ എന്റെയൊക്കെ ഏറ്റവും വലിയ പരിഭവം മാതൃഭൂമി അടക്കമുള്ള നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഞങ്ങളുടെ പക്ഷം നോക്കിയേ ഇല്ല എന്നുള്ളതാണ്. അതായത് ഞങ്ങളുടെ ഏകപക്ഷീയമായി ഞാനടക്കം പ്രതിനിധാനം ചെയ്യുന്ന പുരുഷപക്ഷത്തെ അവർ ആക്രമിച്ചു എന്നും ഞങ്ങളോട് സോഫ്റ്റ് കോൺട്രി കാണിച്ചില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി. ഇപ്പൊ ഒരു കാരണവശാലും അതുകൊണ്ട് എന്താ പറയുക, സ്ത്രീപക്ഷവാദികൾ തെറ്റിദ്ധരിക്കുന്നത്. അവർ പറയുന്ന പല കാര്യങ്ങൾക്കും പല റെലവൻസ് ഉണ്ട്. എക്സ്പ്ലോർട്ടേഷനും നടക്കുന്നുണ്ട്. നമുക്ക് കണ്ണടച്ചിരിട്ടാക്കാൻ പറ്റില്ലല്ലോ. അവിടെയാണ് നമ്മൾ എല്ലാം പറയുന്നത് ഒരു സന്തുലിതമായ സമീപനം, ഒരു ബാലൻസ്ഡ് ആയ സമീപനം ഈ കാര്യത്തിൽ എടുക്കണമെന്നാണ് കോടതി ശക്തമായ ചോദിച്ചോട്ടെ. ഒരു നിയമപരമായ സമീപനമല്ലേ വേണ്ടത്? ഇപ്പോൾ സ്ത്രീപക്ഷം പുരുഷപക്ഷം എന്നതിനപ്പുറത്ത് മനുഷ്യപക്ഷം എന്നതും നീതി എന്നതുമല്ലേ പ്രധാനം? അതിന് സന്തുലിതമായ നീതിയുള്ള നമ്മുടെ നിയമപരമായ നടപടിയല്ലേ വേണ്ടത്? സർക്കാരിന്റെ ഭാഗത്ത് അങ്ങനെ നിയമപരമായ നടപടി ഉണ്ടാകാതെ പോയി എന്ന വിമർശനമാണ് ഞങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. സത്യമാണ്. ഞാൻ അതുകൊണ്ടാണ് ക്ലിയർ പൊസിഷനാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ടെക്നിക്കലി മിനി മാഡം പറയുന്ന സത്യമാണ്. അതായത് ഒരു കൊഗ്നൈസബിൾ ഒഫൻസോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ഒഫൻസോ വന്നു കഴിഞ്ഞാൽ പോലീസിന് FIR ഇടണമെന്നുള്ളത് പല കേസുകളെയും വെച്ച് ബാധിക്കുന്നുണ്ട്. അതിനെ ഞങ്ങൾ പ്രതിരോധിക്കുന്നത്, കോടതിയിലടക്കം പറയുന്നത് ഇതൊരു കമ്മിറ്റിക്ക് പോയ സ്റ്റഡി റിപ്പോർട്ട് മാത്രമാണ്, മറുഭാഗം കേട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ലളിതാകുമാരി കേസ് വെച്ച് തീർച്ചയായിട്ടും മിനി മാഡത്തിന് അടക്കം ബാധിക്കാൻ ഒരു 0 FIR എങ്കിലും ഇടണോ. അവിടെയാണ് നിയമത്തോടൊപ്പം ശക്തിയുള്ളതാണ് നയം, പോളിസി ഡിസിഷൻ.
പോളിസി ഡിസിഷനായി തന്നെ സർക്കാർ വെളിയിൽ പറയുന്നില്ലെങ്കിൽ എടുത്ത നിലപാടെന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങളല്ല, ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കലല്ല, പുതിയൊരു യുഗപ്പിറവിക്ക് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ഈ നയവും ഈ നിലപാടും ശ്രീമതി ഭാഗ്യലക്ഷ്മി അടക്കം ശ്രീമതി രേവതി അടക്കം പറയുകയുണ്ടായി. രാഹുൽ ഈശ്വറിനെ പോലുള്ള ആൾക്കാർ മാത്രമല്ല, ഭാഗ്യലക്ഷ്മിയെ പോലെ ഇതിഹാസ തുല്യയായ ഒരു കലാകാരിയും രേവതി മാഡത്തെ പോലെ മലയാളത്തിന്റെ ഏറ്റവും വലിയ ഒരു അഭിനേത്രിയും പറയാമെന്നല്ലേ ഉള്ളൂ. ശ്രീ രാഹുൽ ഈശ്വർ, അങ്ങയുടെ സ്റ്റാൻഡിനെ തള്ളുക തന്നെയാണ്. അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ അങ്ങയുടെ സ്റ്റാൻഡോട് യോജിക്കുന്നേ. രേവതിയും ഇവരൊക്കെ എത്ര നക്ഷത്ര തുല്യരായ നടീനടന്മാരാണെങ്കിലും അഭിനേതാക്കളാണെങ്കിലും കലാകാരന്മാരാണെങ്കിലും അവിടെ ഇതല്ലല്ലോ പ്രസക്തം. അവരുടെ അഭിപ്രായത്തിനല്ലല്ലോ പ്രസക്തി. നിയമപരമായ കാര്യങ്ങളല്ലേ. പഴയതെല്ലാം പോട്ടെ, പഴയ ക്രൈമെല്ലാം കഴിഞ്ഞ കാര്യമല്ലേ എന്ന് പറഞ്ഞ് മാറ്റിവെച്ച് ഇനി പുതിയൊരു യുഗപ്രവി എന്നൊക്കെ പറയുന്നത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണോ? ശരിയാണ്. അത് അങ്ങ് പറഞ്ഞത് നിയമപരമായി ടെക്നിക്കലി ശരിയാണ്. പക്ഷേ നയപരമായ ഒരു തീരുമാനം എടുത്താൽ നമുക്ക് നിയമത്തിന് മേലിൽ നിൽക്കുന്ന കാര്യമാണല്ലോ നയപരമായ പോളിസി ഡിസിഷൻസ് എന്ന് പറയുന്നത്. ലോയുടെ മേലിൽ നിൽക്കുന്നതാണ്. കാര്യം നിയമത്തിന്റെ പോലും അടിസ്ഥാനം നയങ്ങളാണ്. ഈ നയത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് ഇതുവരെ എടുത്തിരിക്കുന്ന സമീപനവും തീരുമാനവും അത് ഗവൺമെന്റ് പറയുന്നില്ല. കാര്യം ഗവൺമെന്റിന് അത് പറയാൻ കഴിയില്ല. എന്നെ പോലെ സാധാരണക്കാർക്ക് പറയാൻ കഴിയും. എടുക്കുന്നത് ഇനിയുള്ള കാര്യം നമുക്ക് ശരിയാക്കാം. പഴയ കാര്യങ്ങൾ ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു നിയമപരമായി എന്നത് തന്നെയാണ് വളരെ പ്രസക്തം. ഇത്തരം വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിയമപരമായി കോടതിയുടെ മേൽനോട്ടത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആകാംക്ഷ. അത് ശരിപക്ഷത്തുള്ളതാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.